ഈ കോതമംഗലത്ത് TTCക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തൊരു വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതപരിവർത്തനത്തിനുള്ള ശ്രമം നടന്നതിൻ്റെ ഭാഗമായിട്ട് ആ പെൺകുട്ടി സ്വയം ജീവനൊടുക്കിയതാണ് എന്നുള്ളൊരു തരത്തിലാണ് വാർത്തകൾ പുറത്തു വരുന്നത്. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? കോതമംഗലം ഒരു മതപരിവർത്തനത്തിന്റെ അല്ലെങ്കിൽ ലവ് ജിഹാദിന്റെ അവസാനത്തെ ഇരയായിട്ടാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ആവട്ടെ എന്ന് കരുതുന്നു. അവസാനത്തെ ഇരയാവട്ടെ എന്ന് ആശംസിക്കുന്നു. കാരണം ഇത് ഇന്ന് ഇന്നലെയും തുടങ്ങിയതല്ല. കോതമംഗലത്തെ പോലെയുള്ള വിഷയങ്ങളിൽ മാധവിക്കുട്ടി മുതൽ തുടങ്ങിയതാണ്. മാധവിക്കുട്ടിയെ എങ്ങനെ കമലാ സുരയ്യെ ആക്കാമെന്ന് ശ്രമിച്ചതുപോലെ തന്നെ ഒരു കാരണമാണ് ഈ സോന എന്ന് പറയുന്ന കോതമംഗലത്തെ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഉണ്ടായതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ആൾക്കാർ അവിടെ പോകുന്നുണ്ട്. ഞാനിന്നിപ്പോൾ അവിടെയോട്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ആ പെൺകുട്ടി ഏതാണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ ഈ പയ്യനുമായിട്ട് 6-7 വർഷമായിട്ട് റമീസ് എന്ന് പറഞ്ഞ പയ്യനുമായിട്ട്, മുസ്ലിം പയ്യനുമായിട്ട് സ്നേഹിച്ചിരുന്നു. അവൾ സ്നേഹിച്ചത് പരിപൂർണ്ണ സ്നേഹമാണ് അവൾ കൊടുത്തത്. പക്ഷെ അവൻ അതല്ല ചെയ്തത്. അവൻ്റെ മതത്തിനെ വേണ്ടി അവളെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്ന യാഥാർത്ഥ്യം. അവൻ മാത്രമല്ല അവൻ്റെ സഹോദരിയെ വിവാഹം ചെയ്യണം. അവൻ പറയുന്നുണ്ടല്ലോ, അവൻ്റെ സഹോദരിയെ വിവാഹം ചെയ്തു കൊടുക്കാം. അവന് ഇവളെ മതം മാറ്റിയാൽ, ഒരു ഹിന്ദു പെൺകുട്ടി അല്ലെങ്കിൽ ക്രിസ്ത്യൻ പെൺകുട്ടിയെ മതം മാറ്റിയാൽ ഇവർക്ക് ലക്ഷങ്ങൾ ഓഫറുണ്ട്. ഈ ഓഫർ വാങ്ങിച്ചിട്ട് അവന് കിട്ടുന്ന പണം കൊണ്ട് അവൻ്റെ സഹോദരിയെ വിവാഹം ചെയ്തയക്കാം. അവൻ്റെ കുടുംബത്തിൽ വീടില്ല, അവന് വീട് പണിയാം, എന്നിട്ട് നമുക്ക് സുഖമായി ജീവിക്കാം എന്ന് പറയുന്നു. മതം മാറിയിട്ട് വിവാഹം ചെയ്യണം എന്ന് പറയുന്നതിലെ അർത്ഥം എന്താണ്? അല്ല, വിവാഹത്തിന് സ്നേഹത്തിൻ്റെ ആഴവല്ലേ ഉള്ളൂ. വിവാഹം ഇങ്ങനെ പ്രണയിക്കുന്ന ഒരു കുട്ടിക്ക് സ്നേഹമാണ് വിവാഹത്തിലേക്ക് ചെന്നെത്തിക്കുന്നത്. അവർ തമ്മിലുള്ള മനസ്സ് തമ്മിലുള്ള ആ ബന്ധത്തിൻ്റെ ദൃഢതയാണ് വിവാഹത്തിലേക്ക് ചെന്നെത്തിക്കുന്നത്. അവർക്ക് സുഖമായി ജീവിക്കാനാണെങ്കിൽ മതത്തിലേക്ക് മാറേണ്ട കാര്യമുണ്ടോ? പൊന്നാനിയിൽ കൊണ്ടാക്കേണ്ട കാര്യമുണ്ടോ? പൊന്നാനിയിൽ കൊണ്ട് എത്രയോ കുട്ടികളെയാണ് കൊണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല എന്നുള്ളത് യാഥാർത്ഥ്യം നമുക്ക് ജനസമൂഹം ശ്രദ്ധിക്കുമ്പോൾ കാണാൻ സാധിക്കും. ഇത് ലവ് ജിഹാദാണ്, മതപരിവർത്തനമല്ല, ലവ് ജിഹാദാണ്. ശരിക്കും ഇസ്ലാമിക സമൂഹം ആസൂത്രിതമായി നടപ്പിലാക്കുന്ന ഒരു തീവ്രവാദ പ്രവർത്തനമാണ് ഈ ലവ് ജിഹാദ്. അതിൻ്റെ അവസാനത്തെ ഇര സോന. ഈ എല്ലാ മതപരിവർത്തനവും നിർബന്ധിത മതപരിവർത്തനമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ചില ആളുകൾ താല്പര്യം കൊണ്ട് മാറുന്നതൊക്കെ ഉണ്ടാവില്ലേ? ഈ താല്പര്യം കൊണ്ട് മാറുന്നത് മതപരിവർത്തനം 2 തരത്തിലാണ്. മതപരിവർത്തനം ഒന്ന്, ക്രിസ്ത്യൻ സമൂഹം ചില ആൾക്കാരെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അവരുടെ ഇല്ലായ്മയിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, അല്ലെങ്കിൽ സാമ്പത്തികമായ കുടുംബത്തിൻ്റെ അവസ്ഥ വരുമ്പോൾ ഒക്കെ അവർക്ക് കെട്ടുറപ്പില്ലാതെ വരുമ്പോൾ അവർ ആശ്രയിച്ച് നിൽക്കുന്ന ആരെങ്കിലും വന്ന് ചോദിച്ചാൽ അവരതിലേക്ക് ചാടുകയാണ്. അത് ഒരു മതപരിവർത്തനം എന്ന് പ്രലോഭിച്ചുള്ള മതപരിവർത്തനം ആകുകയല്ല, സ്വയമേ അവർക്ക് എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ ചേരുന്ന മതപരിവർത്തനമാണ്. പക്ഷേ ഈ ലവ് ജിഹാദ് പോലുള്ള വിഷയത്തിൽ ആൺകുട്ടികൾ ചെറിയ പ്രായത്തിൽ തന്നെ 7ാം ക്ലാസ്സിൽ പ്രായമുള്ള പെൺകുട്ടികളെ വരെ ലവ് ജിഹാദിന് ഇരയാക്കുകയാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ വരെ സ്നേഹിച്ചിട്ട് പ്രണയിച്ച് അവരെ ഒരു 18 വയസ്സ് വരെ പ്രണയിച്ച് കൊണ്ട് നടക്കുക. 18 വയസ്സാകുമ്പോൾ രജിസ്റ്റർ മാര്യേജ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ മതത്തിൻ്റെ പേര് മതത്തിലേക്ക് ചേരണം എന്ന് ആഗ്രഹിക്കുന്നു. പൊന്നാനിയിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു. അവിടെ പോയി മതം പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അത് നിർബന്ധിത മതപരിവർത്തനമാണ്. ശരിക്കും മതപരിവർത്തനം അതാണ്. പ്രണയത്തിന് അപ്പുറത്തേക്ക് ഒരു മതത്തിൻ്റെ പ്രണയമാണ് അവരവിടെ കൊടുക്കുന്നത്. ആ മതത്തിൻ്റെ പ്രണയം കൊണ്ട് ഇല്ലാതാകുന്നത് നമ്മുടെ കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ ജീവിതവും ജീവനും മാനവുമാണ്. ജീവനും മാനത്തിനും വില പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ മതപരിവർത്തനം നടത്തുന്നത്. അത് ആസൂത്രിത മതപരിവർത്തനമാണ്, അല്ലാതെ നേരെയുള്ള ശരിയായ രീതിയിലുള്ള സ്നേഹമോ പ്രണയമോ ഒന്നുമല്ല. പ്രണയം എന്ന പ്രേമ നാടകത്തെ കുടുക്കിക്കൊണ്ടാണ് അവർ ഈ മതപരിവർത്തനം നടത്തുന്നത്. കോതമംഗലത്തെ കേസ് നിർബന്ധിത മതപരിവർത്തനമാണ്. അതിന് പറ്റാഞ്ഞിട്ടാണ് ആ കുട്ടിയെ പൊന്നാനിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് അവൻ ശ്രമിക്കുക. കാറ് കൊണ്ടുവിടുന്നു, അതിൽ കയറ്റി പൊന്നാനി കൊണ്ടുപോകാമെന്ന് പറയുന്നു. അവിടെ കൊണ്ടുപോയി അവൻ്റെ വീട്ടിൽ കൊണ്ടിടുന്നു, ഒരു മുറിയിൽ കൊണ്ട് പൂട്ടിയിട്ടിട്ട് അവളെ ഉപദ്രവിക്കുന്നു. അവൻ മാത്രമല്ല, ആ പയ്യൻ മാത്രമല്ല, അവൻ്റെ അമ്മയും അവൻ്റെ സഹോദരിയും എല്ലാം തന്നെ അതിന് കൂട്ടുനിൽക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിർബന്ധിത മതപരിവർത്തനമല്ലേ? മതം മാറിയാലേ വിവാഹം കഴിക്കാൻ പറയൂ എന്ന് പറയുന്നത് അത് നിർബന്ധിത മതപരിവർത്തനമല്ലേ? ഇത് ആസൂത്രിത നീക്കമല്ലേ ഈ സമൂഹത്തിലെ പെൺകുട്ടികളെ മാത്രം? എന്നാൽ ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ പരിമിതി അനുസരിച്ച് ഞാൻ ചോദിക്കുകയാണ്, ഈ ഇസ്ലാം സമൂഹത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ഒരു ക്രിസ്ത്യൻ യുവാവിനോ ഒരു ഹിന്ദു യുവാവിനോ വിവാഹം കഴിക്കാൻ സാധിക്കുമോ? പ്രണയിക്കാൻ പറ്റുമോ? പ്രണയിച്ചാൽ അവൻ്റെ തല കാണില്ല.
അങ്ങനെ എത്രയോ സംഭവങ്ങൾ അങ്ങനെ നാട്ടിൽ എത്രയോ സംഭവങ്ങൾ ഇവിടെ നടക്കുന്നു. അപ്പം മുസ്ലിം പെൺകുട്ടിയെ പ്രേമിക്കാൻ പാടില്ല, മുസ്ലിം കുട്ടിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, അവർക്ക് സ്വാതന്ത്ര്യത്തോടെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എൻ്റെ കൂട്ടുകാരൻ കല്യാണം കഴിച്ചത് ഒരു മുസ്ലിം പെൺകുട്ടിനെ, അവർ വളരെ മനോഹരമായിട്ട് അവളുടെ മതത്തിലും അല്ല, അത് ആ മതം അങ്ങനെ വേണം. അങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ അതാണ് സ്നേഹം, അതാണ് പ്രണയം. അതിനെ പ്രണയമെന്നും സ്നേഹമെന്നും പേരിടാം. പക്ഷേ ഇതിനെ ലവ് ജിഹാദെന്ന് മാത്രമേ പറയാൻ പറ്റൂ. കാരണം അവന് കിട്ടുന്നത് പണമാണ്. മതത്തിലേക്ക് ഒരാളെ ആക്കി കൊടുത്താൽ അവൻ്റെ സമൂഹം അല്ലെങ്കിൽ അവനെ അയച്ചത് ആരാണോ അവർ പറയുന്നത് അവന് ഇത്ര രൂപ കൊടുക്കാം, ഇത്ര സമൂഹം. നമുക്ക് നേരത്തെ തന്നെ ഇവിടെ ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞിരുന്ന ഒരു സമയമുണ്ട്. ലവ് ജിഹാദ് ഇല്ലെന്ന് പറഞ്ഞ സമയത്ത് കണ്ടെത്തിയ ഒരു സംഘടനാ പ്രവർത്തകരുണ്ട് നമുക്ക് നാട്ടിൽ. ആ സംഘടനാ പ്രവർത്തകർ കണ്ടെത്തി കൊടുത്തതല്ല ഇന്ന് യാഥാർത്ഥ്യമായി. ഓരോ സമൂഹത്തിനും, ഇന്നത്തെ ക്രിസ്ത്യൻ സമൂഹത്തിനും ഹിന്ദു സമൂഹത്തിനും എല്ലാം തന്നെ ഇത് യാഥാർത്ഥ്യമാണെന്ന് ബോധ്യമുണ്ടായി. ദിനം പ്രതി ഓരോ ലവ് ജിഹാദ് കേസും നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ഈ BJPയുടെ ഒരു സംസ്ഥാന നേതാവിന്റെ വീട്ടിൽ ഒരു ലവ് ജിഹാദ് ഉണ്ടല്ലോ, അപ്പൊ അതെന്ത് പറയും? ഉണ്ടാകാം, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഉണ്ട്. അതൊരു ലവ് ജിഹാദല്ലല്ലോ, അത് പ്രണയമല്ലേ. പ്രണയത്തിന്റെ പേരിൽ പ്രണയത്തിലാണെങ്കിൽ അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ. എന്തിനാണ് മതം മാറുന്നത്? അത് അവൾക്ക് അവളുടെ മതത്തിലും അവന്റെ മതത്തിലും അല്ല, അങ്ങനെ നിർബന്ധിച്ച് മതം മാറാൻ പറഞ്ഞില്ലല്ലോ. അവന്റെ മതത്തിലേക്ക് ചേരാൻ ആഗ്രഹിച്ചു, അതുകൊണ്ട് അവരുടെ മതത്തിലേക്ക് ചേർന്നു എന്നുള്ളതാണ്. അതിനകത്ത് അവിടെ നിർബന്ധിത മതപരിവർത്തനം നടന്നിട്ടില്ല. അവരങ്ങനെ നിർബന്ധിച്ചിട്ടും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ ഈ പ്രണയത്തിന്റെ പേരിൽ മതപരിവർത്തനം നടക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കേൾക്കുന്നതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് നമുക്കിത് അവസാനിപ്പിക്കാൻ സാധിക്കാതെ പോകുന്നത്? അല്ല, ഇത് ഒരു പരിധി വരെ വളർന്നു വരുന്ന പെൺകുട്ടികളെ ചെറിയ ക്ലാസ് മുതൽ, ഞാൻ പറഞ്ഞല്ലോ 5ാം ക്ലാസ് മുതലുള്ള പെൺകുട്ടികളിലേക്ക് മസ്തിഷ്കത്തിലേക്ക് ഇങ്ങനെ ഒരു ലവ് എന്നുള്ള ഒരു നാടകം കടന്നു വരികയാണ്. ലവ് എന്ന് പറയുന്ന സ്നേഹം. അപ്പോൾ വീട്ടിൽ അമ്മയും അച്ഛനും കൊടുക്കുന്നതിലപ്പുറത്തേക്ക് പുറത്തുനിന്ന് ഒരാൾ കൂടുതൽ സ്നേഹം കൊടുക്കുന്നു, അവരെ സംരക്ഷിക്കുന്നു, അവർക്ക് ഒപ്പം നടക്കുന്നു, അവരുടെ ചിന്തകളിൽ അവരുടെ പ്രവൃത്തികളിലെല്ലാം തന്നെ അവർ കൂടെ സഞ്ചരിക്കുമ്പോൾ അതാണ് ശരി, അതാണ് സ്നേഹം എന്ന് തിരിച്ചറിയുന്ന ഒരു സമൂഹമാണ് ഇന്നത്തെ തലമുറ. ആ തലമുറയിലാണ് ഈ സ്നേഹത്തിൻ്റെ കൊടും ചതി വന്നെത്തുന്നത്. ആ കൊടും ചതിയിൽ ഇത് അകപ്പെട്ട് കഴിയുമ്പോഴാണ് ഞാൻ പെട്ടത് ചതിയിലായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്നതും, പ്രേമ നാടകത്തിൽ കുടുങ്ങി എൻ്റെ ജീവനും എൻ്റെ കുടുംബവും നശിച്ചു എന്ന് ബോധ്യമാകുന്നതും ഈ ചതിയിൽ പെട്ട് കഴിയുമ്പോഴാണ്. ഈ കുട്ടികൾ ഇങ്ങനെ ചതിയിൽപ്പെടാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിതാക്കളല്ലേ കാരണക്കാരാകുന്നത്? അല്ല, രക്ഷിതാക്കൾ കുട്ടികളോടൊപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരെ നന്നായിട്ട് കെയർ ചെയ്യുകയാണെങ്കിൽ കുട്ടികൾ പുറത്തൊരു വേറൊരു സ്നേഹം തേടി പോകുമോ? അല്ല, ഒരു പരിധി വരെ ആകാം. കാരണം കഴിഞ്ഞ ദിവസവും ഞാനൊരു വീട്ടിൽ പോയിരുന്നു. 7ാം ക്ലാസ് മുതലുള്ള ഒരു മുസ്ലിം കുട്ടി ഒരു SNDP വിഭാഗത്തിൽപ്പെട്ട കുട്ടിയെ പ്രേമിച്ചതാണ്. പ്രേമം ശരിയാണെങ്കിൽ അവർ ഇപ്പോൾ +2 കഴിഞ്ഞു, LLBക്ക് പഠിക്കാൻ പോകുന്നു. ഇതുവരെയായിട്ട് ആ പ്രേമത്തിൽ നിന്ന് അവർ വിട്ടുമാറിയിട്ടില്ല. പക്ഷേ അവൾക്ക് ഇപ്പോൾ തോന്നുന്നു, നേരത്തെ അവരൊരുമിച്ച് സന്ധ്യാനാമം ജപിക്കുന്നു, ക്ഷേത്രങ്ങളിൽ പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, അമ്മയും ചേച്ചിയും അച്ഛനുമുള്ള ഒരു വീട്ടിൽ ഇതെല്ലാവരും ഒരുമിച്ചിരുന്ന് ചെയ്തിരുന്നു. ആ ഒരുമിച്ചിരുന്ന് ചെയ്യുമ്പോൾ കുട്ടികളുടെ മനസ്സറിയാൻ പേരൻസ് ശ്രമിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പേരൻസിന് ഒരു പരിധിവരെ അതിനകത്ത് പങ്കുണ്ട്. കാരണം അവർ കൊടുക്കേണ്ട സ്നേഹം അവർ കൊടുക്കണം. യഥാസമയത്ത് യഥാർത്ഥ രീതിയിൽ കൊടുത്താൽ ഈ കുട്ടികൾ മറ്റൊരു സ്നേഹത്തിന് അടിമയാവില്ല എന്നൊരു കാര്യവും കൂടെ എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. പ്രണയമായി നിൽക്കട്ടെ, ഏത് മതത്തിൽ വിശ്വസിക്കണം എന്നുള്ള അവനവൻ്റെ തീരുമാനം. അല്ല, മതം ഏതായാലും സ്നേഹത്തിന് വിലയുണ്ട്. സ്നേഹം സത്യമാണെങ്കിൽ ആ സ്നേഹം ഒരുമിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാകുന്ന 2 പേരാണ് ആണും പെണ്ണും എന്ന് പറയുന്നത്. അത് ഒരുമിച്ച് തന്നെ കൊണ്ടുപോകണം. അത് അങ്ങോളം ജീവിക്കാനുള്ള സ്നേഹമായി മാറണം. ഒരുമിച്ച് പ്രണയിച്ചാൽ ഒരുമിച്ച് ജീവിക്കാനുള്ള പ്രണയമായി മാറണം. അതിന് മതത്തെ നോക്കിയിട്ടോ അല്ലെങ്കിൽ ജാതിയെ നോക്കിയിട്ടോ ഒന്നും കാര്യമില്ല. ഒരുമിച്ച് തന്നെ പോകണം. ഇത് കൊലപാതകത്തിലേക്കും ആത്മഹത്യയിലേക്കും അതുപോലെ തന്നെ ലവ് ജിഹാദിലേക്കും മതപരിവർത്തനത്തിലേക്കും ഒക്കെ കടന്നു വരാതെ നമ്മുടെ പെൺകുട്ടികളെ ഈ നാടിൻ്റെ സമൂഹത്തിൽ നിന്ന് രക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാം കടമയാണ്. അതിന് ഒരു പരിധിവരെ പേരൻസ് മുന്നോട്ട് വരേണ്ടതാണ്. സമൂഹവും അതിനെ ഉറ്റുനോക്കുകയും അതിന് വേണ്ട ജാഗ്രത പാലിക്കുകയും ചെയ്യേണ്ടതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.